ഹലോ, സിന്ദൂരപ്പൊട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ കുറച്ച് കഴിഞ്ഞ എപ്പിസോഡ് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ശാരീരികമായ ബുദ്ധിമുട്ടുകളും അതുപോലെ ട്രാവലും ഒക്കെ ആയിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു പോയി. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വെച്ച് തന്നെയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സൗപർണികയാണെങ്കിൽ വയ്യാതെ അവിടെ കിടക്കുകയാണ് ബെഡിൽ. അവിടെ വന്നിട്ട് ശ്യാമ് പറയുന്നുണ്ട്, സൗപർണികയെ നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമൊന്നുമില്ല, നിനക്ക് ഹോസ്പിറ്റലിൽ പോകണോ? വേണ്ട, കൂടുവാണെങ്കിൽ നമുക്ക് നാളെയോ മറ്റോ പോയി നോക്കാം. പക്ഷേ ശ്യാമിന് അവളെ എത്രത്തോളം കെയർ ചെയ്തിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൻ ചോദിക്കുകയാണ്, നിനക്ക് കഴിക്കാൻ എന്താ വേണ്ടത്? ഞാൻ അടുക്കളയിൽ പോയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരട്ടെ. നീ മിണ്ടാതിരിക്ക്, ഞാൻ പോയിട്ട് എന്തോ ഉണ്ടോ നോക്കിയിട്ട് വരട്ടെ. ശ്യാം വേണ്ട. പക്ഷെ അതൊന്നും ഗൗനിക്കാതെ ശ്യാം അടുക്കളയിലേക്ക് പോവാണ്. ആ സമയത്ത് സൗപർണികയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു കുറ്റബോധം തോന്നുന്നുണ്ടായിരുന്നു. ശ്യാമിൻ്റെ ഈ കരുതലും സ്നേഹവും ഒക്കെ കാണുന്ന സമയത്ത് വല്ലാത്തൊരു കുറ്റബോധം തോന്നുവാണ്. അവൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇതൊക്കെ അനുഭവിക്കാൻ ശരിക്കു പറഞ്ഞാൽ എനിക്ക് അർഹതയുണ്ടോ ഈശ്വര? എന്ത് വന്നാലും ഇന്ന് ശ്യാമിനോടെല്ലാം തുറന്നു പറഞ്ഞിട്ടേ ഉള്ളൂ. ഇനി എന്ത് സംഭവിച്ചാലും എല്ലാം ശ്യാമിനോട് തുറന്നു പറഞ്ഞേ പറ്റൂ. അവളൊരു തീരുമാനം എടുക്കുവാണ്. അപ്പോഴേക്കും ശ്യാമാണെങ്കിൽ കടയിൽ പോയിട്ട് വടയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് എടുത്തു കൊടുക്കുമ്പോൾ അവൻ സൗപർണികയോട് പറയുന്നുണ്ട്, ഇതാ സൗപർണിക, നമ്മുടെ രാജേട്ടൻ്റെ കടയിൽ നല്ല വടയുണ്ടായിരുന്നു, അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അവൾ കൈ കഴുകാൻ എഴുന്നേക്കാൻ നോക്കിയപ്പോൾ ശ്യാമ് പറയാണ്, നീ പോണ്ട, ഞാൻ തന്നെ വാരിത്തരാം എന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ അവൾക്കത് വാരി കൊടുക്കുവാണ്. ചൂടാണേ, സൂക്ഷിച്ച്. അപ്പോൾ ശ്യാം അത് കൊടുക്കുന്തോറും സൗപർണികയ്ക്ക് വല്ലാത്ത വിഷമം തോന്നുവാണ്. അപ്പോൾ അവനാണെങ്കിൽ കൈ ഊതിയിട്ടാണ് കൊടുക്കുന്നത്. അതിന് അത്രയധികം ചൂടുണ്ടായിരുന്നു. അവസാനം ഇങ്ങനെ ശ്യാമിനോട് പറയാൻ വേണ്ടി തന്നെ സൗപർണിക തീരുമാനിക്കുകയാണ്, ഒരു മിനിറ്റ് നിൽക്കേ. എന്താ? നിൽക്ക് എന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ പോയിട്ട് അവൻ ചായ എടുത്തുകൊണ്ട് വരികയാണ്. എന്നിട്ട് അവൾക്ക് കൊടുത്തിട്ട് പറയുന്നുണ്ട്, പയ്യെ കുടിക്കിട്ടോ, ചൂടാണേ. സൗപർണികയുടെ കയ്യിൽ നിന്ന് കപ്പ് വാങ്ങിയിട്ട് തിരിച്ചു കൊണ്ടുവെക്കാൻ പോയപ്പോൾ ശ്യാം പെട്ടെന്ന് ചോദിക്കുകയാണ്, സൗപർണിക, നിനക്ക് എന്നോട് വല്ലതും പറയാനുണ്ടോ? പെട്ടെന്ന് ശ്യാം അങ്ങനെ ചോദിച്ചപ്പോൾ സൗപർണിക ഒന്ന് ഞെട്ടിയിട്ടുണ്ടായിരുന്നു. എങ്കിലും അവൾ പറയുന്നുണ്ട്, ഇല്ലല്ലോ. അല്ല, പെട്ടെന്ന് നിനക്കെന്തോ എന്നോട് പറയാനുണ്ടെന്ന് തോന്നി. അവൻ വളരെ ഓപ്പൺ ആയിട്ടാണ് സംസാരിക്കുന്നത്. എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞോ കേട്ടോ. ഇല്ല ശ്യാമേ, എനിക്കൊന്നും പറയാനില്ല. അപ്പോഴും സൗപർണിക വിട്ടു പറയുന്നില്ല. പെട്ടെന്ന് ശ്യാമിൻ്റെ മുഖഭാവം ഒന്ന് മാറിയിട്ട് അവളെ നോക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, ഒന്നും പറയാനില്ലേ? ഇല്ല എന്ന് അവൾ ആവർത്തിച്ച് പറയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ശരി എങ്കിൽ ഞാനൊന്ന് ട്രാവൽസിൽ പോയിട്ട് വരട്ടെ. പിന്നെ സൗപർണികെ, ഞാൻ വരുന്നത് വരെ നീ ഒന്നും കഴിക്കല്ലേ കേട്ടോ. ഞാൻ വരുന്ന വഴിക്ക് നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാം. അവൻ പറയുന്നത് കേട്ടപ്പോൾ അവളുടെ കണ്ണ് നിറയാണ്. എന്ന് പറഞ്ഞിട്ടാണ് അവൻ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ സൗപർണികയാണെങ്കിൽ കുറ്റബോധത്തോടെ ചിന്തിക്കുകയാണ്, ശ്യാം, ഇങ്ങനെ ഒരാളെ ഭർത്താവായിട്ട് കിട്ടാൻ എത്ര പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ എനിക്ക് ആ സന്തോഷം മുഴുവനായിട്ട് ആഘോഷിക്കാൻ പറ്റുന്നില്ലല്ലോ. കുറ്റബോധം എന്നെ കാർന്നു തിന്നുവാ. ശ്യാമിൻ്റെ കണ്ണിലേക്ക് നോക്കാനുള്ള ധൈര്യം പോലും എനിക്ക് കിട്ടുന്നില്ല. ഇനിയും എല്ലാം മനസ്സിൽ കൊണ്ടു നടന്നാൽ ഞാൻ എന്നെ തന്നെ നശിപ്പിക്കുന്നതിന് തുല്യമാവും. എന്തു വന്നാലും ഇന്നെല്ലാം എനിക്ക് ശ്യാമിനോട് തുറന്നു പറയണം. പിന്നീട് എനിക്ക് മനസാക്ഷിക്കുത്തുണ്ടാവില്ലല്ലോ. വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ ഇന്ദു ചെന്ന് വാതിൽ തുറക്കുവാണ്. അപ്പോൾ സൗപർണികയായിരുന്നു പുറത്ത്. എന്താ സൗപർണികെ, നിനക്ക് വല്ല ബുദ്ധിമുട്ടും തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല ഏട്ടത്തി. പിന്നെ ശ്യാം എന്നോട് കാണിക്കുന്ന സ്നേഹവും കരുതലും ഒക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നുന്നു. അവൾ പറയുന്നത് കേട്ടപ്പോൾ ഇന്ദു പുഞ്ചിരിക്കുകയാണ്. അതൊക്കെ നല്ല കാര്യമല്ലേ, അതൊക്കെ ആസ്വദിക്കുകയല്ലേ വേണ്ടത്. അതല്ല ഏട്ടത്തി, ഇത്രയും നല്ല സൽസ്വഭാവിയായ ഒരു വ്യക്തിയുടെ അടുത്ത് എന്തൊക്കെയോ ഒളിപ്പിച്ചുകൊണ്ടല്ലേ ഞാൻ കൂടെ ജീവിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ സൗപർണികയ്ക്ക് വല്ലാത്തൊരു ചമ്മലും വീർപ്പൂട്ടലൊക്കെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ ശ്യാമിന് എനിക്ക് അത്ര വലിയ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് അത്ര വലിയ കാര്യമായിട്ടൊന്നും തോന്നിയിട്ടില്ലായിരുന്നു ഏട്ടത്തി. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. എൻ്റെ മനസാക്ഷിക്ക് മുന്നിൽ ഞാൻ ചെയ്യുന്നത് വലിയൊരു തെറ്റാണെന്ന് എൻ്റെ മനസാക്ഷി എന്നെ ഓരോ നിമിഷവും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഏട്ടത്തി. അത് പറഞ്ഞതും സൗപർണിക കരഞ്ഞു പോവാണ്. അടുപ്പം കൂടുന്തോറും ശ്യാമിനോട് എത്രയും പെട്ടെന്ന് ഒളിപ്പിച്ചു വെച്ച സത്യങ്ങൾ പറയാനാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും എനിക്ക് ശ്യാമിൻ്റെ മുന്നിൽ ഇങ്ങനെ കള്ള അഭിനയിച്ച് ജീവിക്കാനാവില്ല. അവൾ കരഞ്ഞുകൊണ്ട് സത്യങ്ങൾ പറയുവാണ്. ആ സമയത്ത് ഇന്ദുവിനും അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. അവളുടെ മാനസികാവസ്ഥ ഇന്ദുവിന് ഊഹിക്കാവുന്നതായിരുന്നു. ശ്യാമിൻ്റെ കൂടെ ഇങ്ങനെ വീർപ്പ് മുട്ടി ജീവിക്കാൻ എനിക്കാവുന്നില്ല ഏട്ടത്തി. എല്ലാം തുറന്നു പറഞ്ഞതിന് ശേഷം പിന്നീട് ശ്യാമിന് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ കൂടെ ജീവിക്കട്ടെ എന്ന് വിചാരിക്കുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് ഏട്ടത്തിയോട് ഒരു അഭിപ്രായം ചോദിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അവളുടെ അവസ്ഥ കേട്ടപ്പോൾ ഇന്ദു പറയുന്നുണ്ട്, നീ പറയുന്നതിലൊന്നും തെറ്റില്ല സൗപർണികെ. നമ്മളോട് അടുപ്പമുള്ളവരുടെ അടുത്ത് ഇതുപോലെ കള്ളമായിട്ട് അഭിനയിച്ചിട്ട് നമുക്ക് ജീവിക്കാനാവില്ല. പക്ഷേ ഒന്നും ഇപ്പോൾ വേണ്ട. അത് കേട്ടപ്പോൾ സൗപർണിക പറയാണ്, ഏട്ടത്തി, ഇനിയും ഇതുപോലെ നാളുകൾ എന്തിനാണ് കടത്തിക്കൊണ്ട് പോകുന്നത്? ഒന്നും ഇപ്പോൾ വേണ്ട എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഇന്ദു പറഞ്ഞു കൊടുക്കുവാണ്. തൽക്കാലം നിന്റെ വയ്യായിക ഒന്ന് മാറട്ടെ. അതിനുശേഷം നമുക്ക് ശ്യാമിനെ പുറത്തെവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് സമാധാനത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. പക്ഷെ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നതൊക്കെ രാധിക മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു.
കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെങ്ങനെയാണ് ഉൾക്കൊള്ളുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ സമയത്ത് രാധിക ചിന്തിക്കുകയാണ്, എന്ത് കാര്യമായിരിക്കും ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത്, ആര് മനസ്സിലാക്കും എന്നതിനെ കുറിച്ചാണ് ഇവർ പറയുന്നുണ്ടാവുക. അത്രയും വലിയൊരു രഹസ്യം എന്തായിരിക്കും ഇവർക്കിടയിൽ. അവളിങ്ങനെ അത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ദു സൗപർണികയോട് പറയാണ്, സൗപർണികെ, ഇനിയൊന്നും ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട, ആരെങ്കിലും കണ്ട എന്തെങ്കിലും സംശയിക്കും, നീ മുറിയിലേക്ക് പോയിക്കോ. ശരിയേട്ടത്തി, തൽക്കാലം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിച്ച് തല പുണ്ണാക്കാൻ നിൽക്കേണ്ട, പോയി കിടന്നോ എന്ന് പറഞ്ഞപ്പോൾ സൗപർണിക അവളുടെ മുറിയിലേക്ക് പോവാണ്. രാധിക സൗപർണിക അവിടെ നിന്ന് പോകുന്നത് നോക്കിയിട്ട് മറഞ്ഞു നിൽക്കുകയാണ്. അതിനുശേഷം ഇന്ദു അവളുടെ മുറിയിലേക്ക് കയറുന്നുണ്ട്. രാധിക അതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. റൂമിലെത്തിയ സമയത്ത് ഇന്ദുവിനോട് നീലൻ ചോദിക്കുകയാണ്, സൗപർണിക ഇപ്പം എന്തിനാ വന്നത്, അവൾക്ക് വല്ല കുഴപ്പമുണ്ടോ? നീലൻ ചോദിച്ചപ്പോൾ ഇന്ദു അവരോടും വിട്ടു പറയുന്നില്ല. ഏയ് അങ്ങനെയൊന്നുമില്ല, അവൾ വെറുതെ എന്നെ കാണാൻ വന്നതാ. പെട്ടെന്ന് നീലൻ ചോദിക്കുകയാണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇന്ദു, ഞാൻ തന്നോട് ചോദിക്കാൻ വന്നതായിരുന്നു. സൗപർണികയുടെ പ്രശ്നങ്ങളൊന്നും ഇപ്പോഴും ഒതുങ്ങിയില്ലേ? ആ ജയദേവൻ എന്തിനാ ഇപ്പോഴും അവൾക്ക് പിന്നാലെ നടന്നിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നത്? ഇന്ദുവിൻ്റെയും നീലൻ്റെയും മുറിക്ക് പുറത്തായിട്ട് രാധിക മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവർ രണ്ടുപേരും അത് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ദു വിഷമത്തോടെയാണ് നീലനോട് പറയുന്നത്, ഈ 24 വയസ്സിനിടയിൽ അവൾ അനുഭവിക്കാൻ പാടില്ലാത്തതൊക്കെ അനുഭവിച്ചു. പഴയ കാര്യങ്ങളൊക്കെ നീലറ്റിന് അറിയാവുന്നതാണല്ലോ. വളരെ പ്രാരാബ്ധത്തിനിടയിൽ ജീവിച്ചതുകൊണ്ട് വളരെ സമ്പന്നനായ ഒരുത്തനെ കല്യാണം കഴിച്ചിട്ട് അവനൊപ്പം നല്ലൊരു കുടുംബജീവിതം നയിക്കാനായിരുന്നു അവൾ കരുതിയത്. അപ്പോഴാ പണക്കാരനാണെന്ന് പറഞ്ഞിട്ട് ജയദേവൻ ഇവളെ പ്രേമിച്ചത്. അവസാനം ജയദേവനൊപ്പം അവൾ ഒളിച്ചോടിപ്പോയതൊക്കെ നീലേട്ടന് അറിയാമല്ലോ. ഇതൊക്കെ മറിഞ്ഞു നിന്ന് കേൾക്കുന്ന രാധിക ചിന്തിക്കുന്നുണ്ട്, അത് ശരി, അപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് ചെറിയൊരു വിഷയമല്ലല്ലോ. വേറൊരുത്തിനൊപ്പം ഒളിച്ചോടിപ്പോയതിനു ശേഷമാണ് ഇവള് ശ്യാമിനെ കല്യാണം കഴിച്ചതല്ലേ? ശരി, ഇതെന്തായാലും വീഡിയോ എടുക്കാം. ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് കാണിച്ചു കൊടുത്താലേ അവൻ വിശ്വസിക്കുള്ളൂ. ആ സമയത്ത് ഇന്ദു നീലനോട് സംസാരിക്കുകയാണ്. അവസാനം നമ്മളെല്ലാവരും ചേർന്നിട്ടല്ലേ അവളെ ജയദേവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. അതിനുശേഷം അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയതൊന്നും ഞാൻ അറിഞ്ഞതുപോലുമില്ല. കല്യാണം തീരുമാനിച്ച സമയത്തായിരുന്നല്ലോ അവള് ജയദേവനൊപ്പം ഇറങ്ങിപ്പോയത്. പിന്നീട് ശ്യാമിനെ കല്യാണം കഴിച്ചതിന് ശേഷമായിരുന്നു അവൾ ഗർഭിണിയാണെന്ന സത്യം ഞങ്ങളെല്ലാവരും തിരിച്ചറിഞ്ഞത്. അന്ന് രാത്രി ജയദേവൻ അവളെ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു നീലേട്ട. ആ സമയത്ത് ഗർഭിണിയായപ്പോഴാണ് അവൾ പോലും ആ സത്യം തിരിച്ചറിഞ്ഞത്. നീലനെ പോലെ തന്നെ അത് കേട്ടപ്പോൾ രാധികയും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അവളുടെ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ച സമയത്താണ് അവൾക്കൊരു ആക്സിഡന്റ് ഉണ്ടായതും അതുവഴി ആ ഗർഭം അലസിപ്പോയതും. ഇങ്ങനെയുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞ സമയത്ത് രാധിക ശരിക്കും ഷോക്കായിട്ടുണ്ടായിരുന്നു. ഓഹോ, ഇതൊക്കെ കൊള്ളാലോ പുതിയ കഥകൾ, അവൾ മനസ്സിൽ ചിന്തിക്കുകയാണ്. ഇന്ദു അപ്പോഴും നീലനോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ജയിലിൽ നിന്നും വന്ന ജയദേവൻ ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം ഇവളെ ഭീഷണിപ്പെടുത്തി ഇവളുടെ കയ്യിൽ നിന്നും പണം ഇങ്ങനെ വാങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അന്നവൻ വയനാട്ടിലേക്ക് വന്നതും അതിനായിരുന്നു. അപ്പോൾ നീല സങ്കടത്തോടെ പറയാണ്, എന്തൊക്കെ കാര്യങ്ങളാ പാവം സൗപർണിക ഈ ചെറിയ പ്രായത്തിനിടയിൽ എന്തൊക്കെയാണ് അനുഭവിച്ചത്. അതേ നീലേട്ട, അവളും സങ്കടത്തോടെ പറയാണ്. അവർ രണ്ടുപേരും വിഷമിച്ചിരിക്കുന്നതൊക്കെ ക്ലിപ്പായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു രാധിക. അവൾ ചിന്തിക്കുന്നുണ്ട്, ഈ ഒരു വീഡിയോ മാത്രം മതി ശ്യാമിനെ പറഞ്ഞു മനസ്സിലാക്കാൻ. ശ്യാം അറിയാതെ എന്തൊക്കെ അഭ്യാസങ്ങളാണ് നീയൊക്കെ കാട്ടിക്കൂട്ടിയിരിക്കുന്നത്. ഇവളുടെ തലപൊട്ടിയത് അങ്ങനെയാണല്ലേ? രാധിക സ്വയം ചിന്തിക്കുകയാണ്. ഇരിക്കട്ടെ, ഇത് വെച്ച് ഞാനൊരു കളി കളിക്കുന്നുണ്ട്. രാധിക മനസ്സിൽ വലിയൊരു പ്ലാൻ ഉണ്ടാക്കുകയായിരുന്നു. രാധിക പുറത്ത് വന്ന് ഊഞ്ഞാൽ ആടിക്കൊണ്ടിരിക്കുകയാണ്. അവൾ ആകെ ടെൻഷനാണ്. അവളിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, മാമിയെ ഇത് കാണിച്ചാൽ പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കുടുംബം തകർക്കാൻ വലിയൊരു തെളിവാണ് കിട്ടിയിരിക്കുന്നത്. ഇത് വെറുതെ കളയാൻ പാടില്ല. അവൾ ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ ചിന്തിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അവൾക്ക് തോന്നുന്നത്, എന്തിനാ വെറുതെ മറ്റുള്ളവരെ കാണിച്ച് സമയം കളയുന്നത്? നേരിട്ട് ശ്യാമിനെ തന്നെ കാണിച്ചാൽ പോരെ? നിലത്ത് വെക്കാതെ അവൻ കൊണ്ടു നടക്കുന്ന അവന്റെ ഭാര്യയുടെ വിശുദ്ധി എന്നോ നഷ്ടപ്പെട്ടതാണെന്ന് അവനും തിരിച്ചറിയട്ടെ. രാധികയ്ക്ക് ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു സന്തോഷം തോന്നുവാണ്. രാധി, നീ സൂപ്പർ ആണല്ലോ എന്നൊക്കെ അവൾ തന്നെ ചിന്തിക്കുന്നുണ്ട്. സ്വന്തം ഭാര്യയുടെ ചാരിത്ര വിശുദ്ധിയിൽ സംശയം തോന്നിയ ശ്യാം അവളെ വെട്ടിക്കൊന്നിട്ട് ജയിലിലേക്ക് പോയി. രാധികയ്ക്ക് ഒരു ക്യാപ്ഷൻ വരെ കിട്ടുവാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയപ്പോൾ പോലീസുകാർക്കും മീഡിയാസിനും മുൻപിൽ രുക്മിണിയുടെയും കുടുംബത്തിൻ്റെയും നാറിയ കഥകളെല്ലാം അവരെല്ലാവരും കേൾക്കെ വിളിച്ചു പറഞ്ഞു. അപമാനം സഹിക്കാൻ വയ്യാതായപ്പോൾ രുക്മിണിയും കുടുംബവും ആത്മഹത്യ ചെയ്തു. ആഹാ, ഇത് കൊള്ളാലോ. രാധികയ്ക്ക് തന്നെ അവളോട് മതിപ്പ് തോന്നുവാണ്. അങ്ങനെ ഒരു കുതന്ത്രം അവളുടെ മനസ്സിൽ വരുന്നുണ്ടായിരുന്നു. അതേസമയം പുറത്താണെങ്കിൽ ഡക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. മദ്യപിച്ച് ലക്ക് കെട്ടിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ശ്യാമും അതുപോലെ തന്നെ നീലനും വണ്ടിയിൽ അവിടെ വന്ന് ഇറങ്ങുന്നത്. നോക്കുന്ന സമയത്ത് ഒരു കഥയും പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഡക്ക് നടക്കുന്നത്. എടാ അളിയാ, വാടാ വാടാ എന്നൊക്കെ പറയുന്ന സമയത്ത് നീലൻ അവനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഈ രാത്രി ഇതുവഴി ഇങ്ങനെ നടക്കുന്നത്? നാറിയിട്ട് വയ്യ, മൂക്കറ്റം കുടിച്ചിട്ടുണ്ടല്ലേ? അത് കേട്ടപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇല്ലടാ അളിയാ, ഞാൻ ആകെ കുറച്ചേ മദ്യപിച്ചിട്ടുള്ളൂ. ഞാൻ മോളിൽ നിനക്കുള്ളത് എടുത്തു വെച്ചിട്ടുണ്ട്, നീ വാടാ വാ
അത് കേട്ടപ്പോൾ നീലന് ദേഷ്യം വരികയാണ്. ശ്യാമു അതിശയത്തോട് ചോദിക്കുന്നുണ്ട് നീല മദ്യപിക്കോ എന്നുള്ള മട്ടിൽ. അപ്പോൾ നിനക്ക് യാത്രാക്ഷീണം കാണുമല്ലോ, അതുകൊണ്ട് നിനക്കും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, വാടാ വാ എന്നൊക്കെ പറഞ്ഞിട്ട് നീലന്റെ കൈ പിടിച്ച് വലിക്കുകയാണ്. അളിയ വാടാ വാ. അയ്യോ എൻ്റെ ഡെക്കെ, വെറുതെ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ. നീലനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നാളെ രാവിലെ അമ്പലത്തിൽ വെച്ചിട്ട് ഇന്ദുവിനൊരു താലി കെട്ടിക്കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചതാ. ദേ താലിയൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഡെക്കിനത് കാണിച്ചു കൊടുക്കുകയാണ്. അത് ശ്യാമും ശരിവെക്കുന്നുണ്ടായിരുന്നു. അളിയ ഇതൊക്കെ വേണ്ടാത്ത റിസ്ക്കാ, പറഞ്ഞേക്കാം. അപ്പോൾ ശ്യാമു പറയുന്നുണ്ട് ഡെക്ലേസേട്ടാ ഇതൊന്നും അത്ര വലിയ റിസ്ക് ഒന്നും അല്ല. അതെന്താ? അയ്യോ ഡെക്ലേസേട്ടാ ഇതൊക്കെ ഇരുചെവി അറിയാതെ ചെയ്യേണ്ട കാര്യങ്ങളാ, അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിലെല്ലാവർക്കും പെങ്ങളോട് ദേഷ്യ. ഇനി അതിൻ്റെ കൂടെ ഇതുകൂടി അറിഞ്ഞാൽ മതി, എന്തോ കഷ്ടകാലം വരാൻ വേണ്ടിയിട്ടാണ് താലി പൊട്ടി വീണത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൂടി അവർ പേടിപ്പിക്കും. ആ അതും ശരിയാ എൻ്റെ ഡെക്ലേസേട്ടാ, മനസാക്ഷി കുത്തില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അമ്പലത്തിൽ പോയിട്ട് ഒന്നുകൂടി താലി കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതോടെ പ്രശ്നങ്ങളൊക്കെ തീരും. എന്നാലും ആരും അറിയാതെ ചെയ്യുന്നത് തെറ്റല്ലേ? ഡെക്ക് കുടിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. അയ്യോ അളിയാ, അപ്പോൾ ഇതുവരെ മാമി അറിയാതെ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? എടാ നീല, അതൊരു കുഞ്ഞു കുഞ്ഞു തെറ്റുകളാണ്, പക്ഷേ ഇതൊരു വലിയ തെറ്റാണ് നീ ചെയ്യാൻ പോകുന്നത്. ഡെക്ക് മദ്യപിച്ചിട്ട് സ്വയംബോധമില്ലാതെയാണ് സംസാരിക്കുന്നത്. അത് കേട്ടപ്പോൾ നീലനും ദേഷ്യം വരുന്നുണ്ട്. അല്ലടാ അളിയ, ഈ കാര്യം ഇന്ദുവിനറിയാമോ? ഇന്ദു നിന്നോട് ഓക്കെ പറഞ്ഞോ? എടാ അളിയ, ഞാൻ ഇതുവരെ ഈ കാര്യം ഇന്ദുവിനോട് സംസാരിച്ചിട്ടില്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ ടെൻഷൻ ആവണ്ട. നോക്കിക്കോളുമല്ലോ? ശരി, നിങ്ങൾ രണ്ടുപേരും എല്ലാം പറഞ്ഞുറപ്പിച്ചതാണെങ്കിൽ നിങ്ങൾ നടത്തിക്കോ. ഇതിലെന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ തലയൂരും. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിന്നതിൻ്റെ പേരിൽ മാമി എന്നെ കെട്ടിത്തൂക്കി ഉത്തരത്തിൽ രക്തസാക്ഷിയാക്കി മാറ്റും. ഡെക്ലേസേട്ടാ ഒരു കുഴപ്പം വരാതെ ഞങ്ങൾ നോക്കിക്കോളാം, ശ്യാമ ധൈര്യം കൊടുക്കുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ നീലനും പറയുന്നുണ്ട് ശ്യാമില്ലായിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു കാര്യം ചെയ്യാൻ വേണ്ടി എനിക്കൊരിക്കലും ധൈര്യം വരില്ലായിരുന്നു. ശ്യാമേ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അയ്യോ ഇതൊക്കെ എന്തിനാ? വയനാട്ടിൽ വെച്ച് നിങ്ങൾ എനിക്ക് ചെയ്തു തന്ന സഹായത്തെക്കാളും വലുതൊന്നും അല്ലല്ലോ ഇത്. ശ്യാമ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ നീലന് കാര്യം മനസ്സിലായില്ല. ശ്യാം എന്താ ഉദ്ദേശിച്ചത്? അത് പിന്നെ സൗപർണിക പാറയുടെ മേൽ നിന്ന് കാല് തെറ്റി താഴേക്ക് വീണപ്പോൾ നീലകണ്ഠനായിരുന്നില്ലേ രക്ഷിച്ചത്? ഓ അവൻ അതാണ് ഉദ്ദേശിച്ചത്. പെട്ടെന്ന് ഡെക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ നീലന് വല്ലാത്ത കുറ്റമൊന്നും തോന്നുന്നുണ്ടായിരുന്നു, കാരണം അവൻ്റെ മുന്നിൽ നിന്ന് വലിയൊരു തെറ്റാണ് മറച്ചു വെക്കുന്നത്. അവൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അവൻ പറയാൻ തുടങ്ങുവാണ്. അല്ല ശ്യാമേ, എനിക്ക് നിന്നോട് വലിയൊരു കാര്യം പറയാനുണ്ട്. അതിനെന്താ, ധൈര്യമായിട്ട് പറഞ്ഞു. നമ്മൾ രണ്ടാളും കൂട്ടായ സ്ഥിതിക്ക് ഇനി എന്ത് രഹസ്യം വേണമെങ്കിലും എന്നോട് പറയാലോ. അപ്പോൾ ഡെക്കാണെങ്കിൽ മദ്യപിച്ചതിൻ്റെ രീതിയിലാണ് സംസാരിക്കുന്നത്. അല്ല നീല, ഇതിനേക്കാളും വലിയ വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോടാ? ഇല്ല, ഞാനത് പിന്നീട് ഒരിക്കൽ പറയാം ശ്യാമേ. നീലകണ്ഠൻ പെട്ടെന്ന് തന്നെ അത് ഒഴിവാക്കുകയാണ്. ശരി എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. എന്നിട്ട് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന താലിയൊക്കെ നീലനെ ഏൽപ്പിച്ചിട്ട് അവൻ പറയാണ്, ഇന്ന് ഇത് കയ്യിൽ വെച്ചോ, ഞാൻ അമ്പലത്തിലെ ഗുരുക്കളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, മാലയൊക്കെ അവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, നാളെ രാവിലെ പെങ്ങളെ വിളിച്ചുകൊണ്ട് അമ്പലത്തിലോട്ട് വന്നാൽ മതി. ശ്യാമ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ക്ഷയിക്കാൻ കൊടുക്കുവാണ്. ഷെടാ നമ്മൾ തമ്മിൽ എന്തിനാ ഇങ്ങനെയൊക്കെ? എങ്കിൽ ഞാനും കൈതരാം എന്ന് പറഞ്ഞിട്ട് ഡെക്ക് കൊടുത്തപ്പോഴേക്കും ചേട്ടൻ കുറച്ച് അധികമാണ് മദ്യപിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ചേട്ടനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് കിടത്തിക്കോ എന്ന് നീലനോട് പറഞ്ഞിട്ട് ശ്യാമു അവിടെ നിന്ന് പോവാണ്. ശ്യാമ അവിടുന്ന് പോയപ്പോൾ ഡെക്ക് ചോദിക്കുകയാണ്, അളിയ ഞാൻ സ്ട്രോങ് അല്ലേടാ? ഓ സ്ട്രോങ് ആണ്. അല്ലടാ അളിയ, എന്തോ വലിയൊരു പ്രശ്നമുണ്ടെന്ന് നീ പറഞ്ഞില്ലേ, അത് വലിയൊരു പ്രശ്നമാണോടാ അളിയ? ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നീയാണ് ഡാളിയ എന്ന് പറഞ്ഞിട്ട് ഡെക്കിനെ വലിച്ചു കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പോൾ ഡെക്ക് പറയുന്നുണ്ട്, എനിക്കിപ്പോൾ വാക്കിങ്ങിന് പോകണം, നീയും പാടാ അളിയ എന്നൊക്കെ പറഞ്ഞെങ്കിലും നീലൻ അവിടെ പിടിച്ച് വലിച്ചു കൂട്ടിക്കൊണ്ട് പോവാണ്. അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കഥ കഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. പിറ്റേന്ന് ഇന്ദുവിനെയും കൂട്ടിക്കൊണ്ട് അമ്പലത്തിൽ വന്നിരിക്കുകയാണ് നീലൻ. രണ്ടുപേരും തൊഴുത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇന്ദു ചിന്തിക്കുന്നുണ്ട്, എന്തിനായിരിക്കും നീലേട്ടൻ പട്ടുസാരിയൊക്കെ എടുത്തിട്ട് എന്നോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്? രണ്ടുപേരും കാണാൻ ശരിക്കും ഒരു പുതിയ ചെക്കനെയും പെണ്ണിനെയും പോലെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നീലൻ പറയണം, വാ ഇന്ദു നമുക്ക് പ്രദക്ഷിണം വെച്ചിട്ട് വരാം, വാ നടക്ക്. രണ്ടുപേരും പ്രദക്ഷിണം വെക്കുന്ന സമയത്തൊക്കെ ഇന്ദു നല്ല സന്തോഷവതിയായിരുന്നു. നീലേട്ട ഇന്നെന്താ പ്രത്യേകിച്ച് അമ്പലത്തിൽ വരാൻ കാരണം? അതിനൊക്കെ ഞാൻ വഴിയെ ഉത്തരം പറയാം, ആദ്യം നമ്മുടെ പ്രദക്ഷിണം പൂർത്തിയാക്കാം, വാ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പ്രദക്ഷിണം പൂർത്തിയാക്കിയിട്ട് അവിടെ നിന്ന് തൊഴുതുന്ന സമയത്ത് ഇന്ദു ചോദിക്കുന്നുണ്ട്, നീലേട്ടാ പ്രദക്ഷിണം കഴിഞ്ഞില്ലേ, ഇനി പറ എന്തിനാ അമ്പലത്തിലോട്ടേക്ക് വിളിച്ചോണ്ട് വന്നത്? അവനാണെങ്കിൽ പമ്മി ചിരിക്കുകയാണ്. നീലേട്ടാ ചിരിക്കാതെ കാര്യം പറ, പട്ടുസാരി എടുത്തിട്ട് അമ്പലത്തിൽ പോവാന്നൊക്കെ പറഞ്ഞതിന്റെ കാരണം എന്താ? വല്ല വഴിപാട് കഴിക്കാൻ വേണ്ടിയാണോ? എന്ത് വഴിപാട് കഴിക്കാൻ വേണ്ടി പട്ടുസാരി എടുത്തോണ്ട് വരേണ്ട കാര്യമുണ്ടോ? അതാ എനിക്കും മനസ്സിലാവാത്തത്. അതുകൊണ്ട് അറിയാമെങ്കിൽ പറഞ്ഞതാ. പിന്നെ എന്തിനാ വെളുപ്പിനെ എഴുന്നേറ്റിട്ട് എന്നോട് പട്ടുസാരിയൊക്കെ എടുത്തോണ്ട് വരാൻ പറഞ്ഞത്? ഇന്നങ്ങനെ അമ്പലത്തിൽ വരാൻ വലിയ വിശേഷ ദിവസമൊന്നും അല്ലല്ലോ, കാര്യം എന്താന്ന് പറ. അതെന്താന്ന് വെച്ചാ അന്ന് ആ താലി പൊട്ടിയതിനു ശേഷം ഇന്ദുവിന്റെ മനസ്സിലൊരു സമാധാനം ഉണ്ടായിരുന്നില്ലല്ലോ. ആ അത് ശരിയാ, ഇനിയൊരു രുക്മിണി അമ്മയോ വാസന്തേവയോ കാണാതെ അതെനിക്ക് പിടിച്ചു വെക്കാൻ പറ്റും തോന്നുന്നില്ല. ഇനി എന്തു വന്നാലും അവരോട് രണ്ടുപേരോടും സത്യം തുറന്നു പറയാനാണ് ഞാൻ തീരുമാനിക്കുന്നത്. ഇന്ദുവിന് ഇങ്ങനെ തലതിരിഞ്ഞ ബുദ്ധി മാത്രമേ തോന്നുള്ളൂ എന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. അതുകൊണ്ടല്ലേ നേരം വെളുക്കുന്നതിന് മുമ്പ് ആരും അറിയാതെ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വന്നത്. ഇന്ദുവിന് അപ്പോഴും കാര്യം മനസ്സിലായില്ല. അതും ഇതും തമ്മിൽ എന്താ ബന്ധം നീലേട്ടാ?
നീലേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് അമ്പലത്തിൽ നിന്ന് പോയതിനു ശേഷം എല്ലാ സത്യങ്ങളും അവരോട് തുറന്നു പറയണം. അവരോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും അതിനൊരു പ്രശ്നപരിഹാരം കണ്ടുപിടിക്കോ? താലി പൊട്ടിയത് ദുർനിമിത്തമാ, അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം കുടുംബത്തിനുണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമ്മളെയും പേടിപ്പിക്കും എന്ന് കരുതി അതുകൊണ്ടാണോ ഞാൻ പഴയ പോലത്തെ ഒരു താലി ഇന്ന് വാങ്ങിച്ചത്. ആരും അറിയാതെ നമുക്കിത് അമ്പലത്തിൽ വെച്ച് കെട്ടാം. താലി കെട്ടാനോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതേ ഇന്ദു, ഇന്ന് ഇവിടെ വെച്ച് എൻ്റെയും തൻ്റെയും കല്യാണമാ നടക്കാൻ പോകുന്നത്. അത് കേട്ടപ്പോൾ ഇന്ദു അതിശയിച്ചു പോവാണ്. അതേ മുഹൂർത്തം, അതേ അമ്പലം, അതേ താലി, അന്നത്തെ അതേ അമ്പലം തന്നെയാണ് ഇന്ദു ഇത്. അത് കേട്ടപ്പോൾ അവള് പറയുന്നുണ്ട്, നീലേട്ടാ ഇതെന്താ കുട്ടിക്കളിയാണെന്നാണോ വിചാരിച്ചത്? വീട്ടിലുള്ള മുതിർന്നവരോടും പോലും അറിയാതെ നമ്മൾ മാത്രം ചെയ്യേണ്ട കാര്യമാണോ ഇത്? നല്ലൊരു ജോത്സ്യരെ കണ്ട് മുഹൂർത്തം കുറിച്ച് വീട്ടിലുള്ള വലിയ ആളുകളെയൊക്കെ സമ്മതം അറിയിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഞാനില്ല ഇങ്ങനെയുള്ള കുട്ടിക്കളിക്കൊന്നും. ഇന്ദു, ഒരിക്കൽ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തതല്ലേ. ഇതുവരെ താലി പോയ കാര്യം അവരൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. ഇനി പുതിയ താലി കെട്ടിയ കാര്യവും അവരൊന്നും അറിയത്തുമില്ല. അവളാകെ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്. താലി കെട്ട് കഴിഞ്ഞിട്ട് നമുക്ക് എന്നത്തെയും പോലെ വീട്ടിലേക്ക് പോവാം. വെറുതെ അമ്പലത്തിൽ പോയിട്ട് വന്നതാണെന്ന് അവരോട് പറഞ്ഞാൽ പോരെ? ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അയ്യോ നീലേട്ടൻ എന്തു പറയാൻ ഞാനിതിനെ അനുസരിക്കില്ല. ഇന്ദു, നിന്റെ ഭർത്താവ് പറഞ്ഞാൽ നീ അനുസരിക്കില്ലേ? ഒരു 10 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനൊക്കെയാണോ പേടിച്ചതെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ ചിരി വരും. നീലൻ ഇന്ദുവിനെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അപ്പോഴും ഇന്ദു ആകെ ഒരു ടെൻഷനിലാണുള്ളത്. അവൾ പറയുന്നുണ്ട്, ഇല്ല നീലേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും താലി വെച്ച് കളിക്കാൻ എനിക്ക് പേടിയാ. അയ്യോ, ഇനി എങ്ങനെയാണ് ഞാൻ ഇന്ദുവിനെ പറഞ്ഞു മനസ്സിലാക്കുക? നീലൻ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും ഡെക്കിനെയും കൂട്ടിക്കൊണ്ട് നിയമോൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മാമാ, എനിക്ക് ലഡു ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, സൂപ്പറാണ്, എനിക്ക് ഒന്നുകൂടെ വാങ്ങിച്ചു തരാമോ? പിന്നെന്താ, എൻ്റെ നിയമോൾക്ക് ഞാൻ വാങ്ങിച്ചു തരാതെ പിന്നെ ആരാ വാങ്ങിത്തരുക എന്നൊക്കെ പറഞ്ഞ് നീലൻ അവളെ സ്നേഹിക്കുവാണ്. അപ്പോഴേക്കും അവർ രണ്ടുപേരും നീലൻ്റെയും ഇന്ദുവിനെയും അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിയമോളെ കണ്ടപ്പോൾ തന്നെ ഇന്ദു അതിശയത്തോട് ചോദിക്കുകയാണ്, ഇതെന്താ നിയമോളും ഡെക്കേട്ടനും ഇവിടെ? അവർ രണ്ടുപേരും നമുക്ക് മുന്നേ ഇവിടെ എത്തിയതാ? ആഹാ, ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇന്ദു കുഞ്ഞിട്ട് നിയമോളുടെ അടുത്തിരിക്കുകയാണ്. നിയമോളെ, ഇതെപ്പോഴാ പട്ടുപാവാടയൊക്കെ ഇട്ടിട്ട് റെഡിയായത്? ആരാ ഇന്ന് മോളെ ഒരുക്കിയത്? അപ്പയാ എന്നെ ഒരുക്കിയത്? അപ്പയോ? ആ, ഇന്ദു അമ്മ ഒന്നും അറിഞ്ഞില്ലല്ലേ? ഇന്ന് ഇന്ദു അമ്മയുടെ കല്യാണം നടക്കാൻ പോവുക. നിയമോള് പറഞ്ഞത് കേട്ടപ്പോൾ ഇന്ദു തന്നെ അതിശയിച്ചു പോയി. അപ്പോൾ പിന്നെ ഞാനും പട്ടുപാവാട ഇടണ്ടേ ഇന്ദു അമ്മേ? അപ്പയാ എനിക്ക് ഇട്ട് തന്നത്. അപ്പോൾ നിയമോക്ക് ഈ കാര്യം അറിയായിരുന്നോ? ആ, ഇന്നലെ തന്നെ എനിക്ക് എല്ലാം അറിയായിരുന്നു. അപ്പ എന്നോട് എല്ലാം പറഞ്ഞായിരുന്നു. ഞാനില്ലാതെ ഇന്ദു അമ്മയുടെ അപ്പയുടെയും കല്യാണം നടക്കുമോ? അത് കേട്ടപ്പോൾ ഇന്ദു പുഞ്ചിരിച്ചുകൊണ്ട് അവളെ നോക്കുവാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ചുള്ള പ്ലാൻ ആയിരുന്നു അല്ലേ? ഡെക്ലേസ് ചേട്ടനും എന്നോട് പറഞ്ഞില്ലല്ലോ. വാസന്തി അമ്മ എങ്ങാനും ഇത് അറിഞ്ഞ ഇന്ദു ആരും ഇതൊന്നും അറിയാൻ പോകുന്നില്ല. ഡെക്കു അവളോട് പറയാണ്. അതിനൊക്കെയുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടാണ് ഞങ്ങൾ ഇതിന് ഇറങ്ങിയിരിക്കുന്നത് അല്ലേടാ? ഇന്ദു, ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല, താൻ ധൈര്യമായിട്ട് ഇറങ്ങിക്കോ. നീലൻ അവളോട് വാക്ക് കൊടുക്കുകയാണ്. റെഡിയാണെന്ന് പറ ഇന്ദു അമ്മേ. അപ്പോഴും ഇന്ദുവിന് ആകെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇന്ദു, താൻ എന്തിനാ ഇനിയും പേടിക്കുന്നത്? റെഡിയാണെന്ന് പറ. നീലനും അവളിങ്ങനെ ധൈര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഇന്ദു സമ്മതിക്കുന്നുണ്ട്. ശരി. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.